പോലീസ് കൃത്യമായ വീഴ്ച കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു. നിജേഷ്, കോഴിക്കോട് ഈ മുക്കത്ത് ഈ തരത്തിലുള്ള ഒരു പീഡന ശ്രമം ഉണ്ടാകുമ്പോൾ ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്ന് രാവിലെയാണല്ലോ പോലീസ് ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പോലീസ് ഇതിനകത്ത് കൃത്യമായ വീഴ്ച കാണിച്ചു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കോൺഗ്രസിന് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ വളരെ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ പോലീസിനെയും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കാൻ നടക്കുന്ന കോൺഗ്രസ് മുക്കത്തെ വിഷയമൊന്നും അറിഞ്ഞില്ലേ? ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഞായറാഴ്ച ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. പോലീസിന് ഭാഗത്ത് ആക്ഷൻ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിന് ശേഷമാണ് പോലീസ് ആക്ഷൻ എടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള സമരം അവിടെ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നിജേഷ്, അതിന്റെ ഭാഗമായിട്ടല്ല. അതൊക്കെ വെറുതെ അവകാശവാദമാണ്. ഒരു ഡിജിറ്റൽ തെളിവ് ഇന്നലെ പുറത്തു വന്നല്ലോ. ആ കുട്ടി അലറി വിളിച്ചു കരയുന്നത്, അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ പുറത്തൊന്നുമല്ല പോലീസ് ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഇന്നലെ സമരം നടത്തിയ ഏക പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആണ്. അതൊരു ഫാക്ട് ആണ്. നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഞങ്ങൾ ഇന്നലെ അവിടേക്ക് മാർച്ച് നടത്തി. ശരിയാണോ തെറ്റാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസിന്റെ ആക്ഷൻ വരാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് നടത്തിയത്. തുടർ സമരങ്ങൾ, പ്രതിയെ പിടികൂടുന്നത് വരെയുള്ള തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടു. ആ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമുള്ള ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടായി. കേരളത്തിൽ നിസ്സംഗമായ ഒരു പോലീസാണ് ഉള്ളത്. അത് മുക്കം ആണെങ്കിലും ശരി, അത് ചെന്താമരയുടെ പോലീസ് ആണെങ്കിലും ശരി, എല്ലാം നിസ്സംഗമായ പോലീസാണ്. ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരു ഫോൺ കോൾ ചെന്താമരയെ വിട്ടയക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്. ചെന്താമരയൊക്കെ വിട്ടയക്കുന്നതിന് പിന്നിൽ ആളുകൾ ഇടപെട്ട്. ചെന്താമരയിലേക്ക് പോകണ്ട നിജേഷ്, മുക്കമാണ് വിഷയം. ചെന്താമര അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത് ജനറലൈസ് ചെയ്യണ്ട. മുക്കമാണ് വിഷയം. ആ വിഷയത്തിനകത്ത് ഒരു കൃത്യമായി പറയാം. ഞങ്ങൾ ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം ഈ അടുത്ത കാലത്ത് നടത്തിയ 3ാമത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചാണിത്. വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷൻ ഇല്ലാത്തതിന് പേരിൽ ഞാൻ തന്നെയാണ് ഒരു മാർച്ചിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പോലീസിന് ഭാഗത്ത് ആക്ഷൻ ഉണ്ടാവാത്ത സാഹചര്യമാണ്. അത് മുക്കത്തല്ല, എല്ലാ ഭാഗത്തും പോലീസിനെ കൈ കെട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കേരളം മുഴുവൻ കണ്ടു ഒരു യുവതി 2ാം നിലയിൽ നിന്ന് താഴോട്ട് ചാടുന്ന സാഹചര്യം വന്നു. മീഡിയസിലൊക്കെ വാർത്ത വന്നു. അതിനെ ആക്ട് ചെയ്യാൻ പോലീസിനെ പ്രത്യേകിച്ച് സമരത്തിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഇന്നലത്തെ സമരം വരെ ആക്ട് ചെയ്തിട്ടില്ല. ഡിജിറ്റൽ തെളിവ്. നിജേഷ്, ഞാൻ ഈ മുക്കത്ത് തന്നെ നിൽക്കണമെന്ന് പറയുന്നത് ഇതൊരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു MLA-ക്കെതിരെയാണ് പരാതി വരുന്നതെങ്കിൽ എവിടെയാണ് സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം നടത്തും. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിനകത്ത് വേണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. പക്ഷേ ഇതിനകത്ത് പ്രതിപക്ഷം അത്തരത്തിലൊരു നിലപാടെടുക്കണമെന്ന് പൊതുജനം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്നലെ മീഡിയാസിനെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ മീഡിയാസിൽ അത് കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചെയ്ത സമരം ഇല്ലാതാവുന്നില്ലല്ലോ. ഞാൻ അയച്ചു തരാം. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം അല്ലാതെ മറ്റേതെങ്കിലും സമരം മുക്കത്ത് ഈവൻ മീഡിയ വരുന്നതിന് മുമ്പ്, മീഡിയാസിൽ ഇതിൽ ഇടപെടുന്നതിന് മുമ്പ് അവിടെ ഇടപെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ അതിനെ ലഘൂകരിച്ച് കാണുന്നത് ശരിയാണോ എന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയമല്ല. ഇന്നലെ ആരാണ് അതിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ആർക്കാണ് പറ്റിയതെന്നല്ലല്ലോ ആലോചിച്ചത്. ഒരു വിഷയം ശനിയാഴ്ച ഉണ്ടാവുന്നു, ഞായറാഴ്ചത്തെ പത്രങ്ങളിൽ വരുന്നു, ഞായറാഴ്ച നേരിട്ട് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്നു, പോലീസ് നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ആക്ഷൻ ഉണ്ടാവാതിരിക്കുന്നു. തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ രണ്ട് ജീവനക്കാർ ഇപ്പോഴും അവരും ഈ വീണ് കിടന്ന കുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഒരാൾ കൂടെ അതിനകത്തുണ്ട്. ഈ 2 പേരും ഇപ്പോഴും പിടിയിലായിട്ടില്ല. അതായത് ഒരു 3 ദിവസം സമയം കൃത്യമായിട്ട് മുഖ്യപ്രതിക്ക് കൊടുക്കുന്നു, ജീവനക്കാർക്കും അതിനനുസരിച്ചുള്ള സമയം കൊടുക്കുന്നു. ഈ 2 പേരെ മുക്കത്തുകൂടെ നടന്നു പോവുകയായിരുന്നു ദേവദാസ് എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത്. എന്നിട്ടും പോലീസ് തൊട്ടില്ല. ഈ 2 ജീവനക്കാരും സ്വാഭാവികമായിട്ട് ഈ ഭാഗത്തോ കുന്നംകുളത്തോ മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതായത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരാളെ പിടിക്കുക മാത്രമാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയത്തിന്റെ പിറകിൽ തന്നെയുണ്ട്. പോലീസിന്റെ ആക്ഷൻ പ്രോപ്പർ അല്ല എങ്കിൽ ജനകീയ സമരം, ജനകീയ സമരവും ഇന്നലെ തുടങ്ങി വെച്ച സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തരത്തിലുള്ള കോംപ്രമൈസിനോ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനോ വഴങ്ങാതിരിക്കാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ, കോഴിക്കോടിനെ പോലെ മാതൃകാപരമായ ഒരു നാട്ടിൽ, നമ്മളൊക്കെ എപ്പോഴും പ്രൗഡായി പറയുന്ന കോഴിക്കോട് 24 മണിക്കൂറും ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന നഗരമാണ് എന്ന് പറയുന്നു. കോഴിക്കോട് ബീച്ചിൽ രാവിലെ 3 മണിക്കും 4 മണിക്കും പോയാൽ പാർക്കിംഗ് കിട്ടാതെ ആൺകുട്ടികളും പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു നഗരം എന്ന അഭിമാനമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു നഗരത്തിനകത്ത് ഇതുപോലെയുള്ള ക്രൈം വരിക എന്ന് പറഞ്ഞാൽ അതൊരു കേവലം
ഞങ്ങളുടെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ നിജേഷ്, ഞാൻ ചോദിക്കുന്നത് മുക്കം പോലീസ് വ്യക്തമായിട്ട് ഇത് 3 ദിവസത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി താഴേക്ക് ചാടിയപ്പോൾ അത് ബാൽക്കണിയിൽ നിന്ന് വീണതാണെന്ന് FIR ഇട്ടു. എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത്? പോലീസിൽ സ്വാധീനം ചെലുത്താൻ മാത്രം കഴിവുള്ള ഒരാളാണോ ദേവദാസ്? ഇയാൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ? നിലവിൽ ഞാൻ രാഷ്ട്രീയ ബന്ധം ആരോപിക്കുന്നില്ല. അത് നാളുകളിൽ അത് പുറത്തു വരും. കാരണം ഒരു പെട്ടെന്നൊരു ആരോപണം ശരിയല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയാണോ മറ്റേതെങ്കിലും അവസ്ഥയാണോ എന്നറിയില്ല. പോലീസിനകത്ത് വ്യക്തമായ സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു 3 ദിവസത്തേക്ക്, നമുക്കൊക്കെ അറിയാം നാട്ടിൽ ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോൾ സഡൻ ആക്ഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് 3 ദിവസം ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, 3 ദിവസം അതിനെ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല പ്രതിക്ക് പോലീസിലുള്ള ഏതോ ഒന്നുകിൽ പ്രതി അല്ലെങ്കിൽ പ്രതിയുമായി ബന്ധപ്പെട്ട ബാഹ്യ ശക്തികൾക്ക് പോലീസിലുള്ള അവിടെയുള്ള പിടിപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പിടിപാട് എന്നെ പുറത്തു കൊണ്ടുവരിക എന്ന ധർമ്മമാണ്. അത് മാധ്യമങ്ങൾക്കാണെങ്കിലും ശരി, രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും ശരി, വരാൻ പോകുന്ന ദിവസങ്ങളൊന്ന് പ്രതികളെ പിടിക്കുക, അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ തീരുമോ? കോൺഗ്രസ് തന്നെ, ഞാൻ ഈ നേരത്തെ ചോദിച്ചത്, ഇതൊരു സ്ത്രീ സുരക്ഷാ വിഷയമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് മാത്രം നടത്തേണ്ട പ്രതിഷേധം അല്ലല്ലോ. അല്ല, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പ്രതിഷേധം വരുന്നത്, അതിൽ പങ്കെടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടൊപ്പം തന്നെ അതിനെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ് നേതാക്കളാണ്, മഹിളാ കോൺഗ്രസ് നേതാക്കളാണ്. കേവലം ഒരു 4 ആളോ അല്ല. അത് മുക്കത്തുള്ള സുശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പരിപാടി നടത്തിയതേ ഉള്ളൂ. ഞങ്ങൾ അതിന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. നമ്മൾ അതിന് അങ്ങേയറ്റം വരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇന്നലെ അവൈലബിൾ, വളരെ പെട്ടെന്ന് പിടിച്ചുകൂട്ടിയതുകൊണ്ട് അവൈലബിൾ ആയ മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള സമരമാണ് ഈ വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കേവലം ഒരു മുക്കത്തെ വിഷയമല്ല, ഇതൊരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നമാണ്. കോഴിക്കോടിന്റെ പ്രശ്നമാണ്, കേരളത്തിന്റെ പ്രശ്നമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരെ അത് ഏത് തരത്തിലാണെങ്കിലും ശരി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. റൈറ്റ്, നന്ദി. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി ഇന്നലെ എന്നുകൂടി കോൺഗ്രസ് ഇതിനകത്ത് പറയുമ്പോൾ ഞാൻ MS അനീഷ് കുമാർ